2 ദിവസം മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷമാക്കിയ ഒരു വാർത്തയുണ്ട്. ആ വാർത്തയുടെ ചുവട് പിടിച്ച് കേരളത്തിൽ UDFും BJPയും ഒന്നിച്ച് സർക്കാരിനെതിരെ തിരികെയും വലിയ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിരുന്നു. സമരങ്ങളിലേക്ക് പോലും UDFും കോൺഗ്രസും പോവുകയും ചെയ്തിരുന്നു. ആ സംഭവം മറ്റൊന്നുമല്ല, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംസ്ഥാന മുഖ്യമന്ത്രിക്ക്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് ഒരു കത്തയക്കുന്നു. വയനാട് പുനരധിവാസത്തിന് 100 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു നൽകാൻ തയ്യാറാണ്, അതിനുള്ള നടപടിക്രമങ്ങൾ എന്താണ് എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത്. ഈ കത്തിനെ ചൂടുപിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടാൻ UDFും കേരളത്തിലെ മാധ്യമങ്ങളും തയ്യാറായത്. അത് കേരള സർക്കാർ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പുനരധിവാസം വഹിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റങ്ങൾ മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെ തലയിലിടുക എന്നതായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ ലക്ഷ്യം. അതുതന്നെയായിരുന്നു UDFിൻ്റെ ലക്ഷ്യം, അതുതന്നെയായിരുന്നു BJPയുടെയും ലക്ഷ്യം. അപ്പോഴൊന്നും കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് നയാ പൈസ തന്നില്ല എന്ന ചോദ്യം ഈ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല. ഒരു മാധ്യമങ്ങൾക്കും അത് സംബന്ധിച്ച് മുഖപ്രസംഗം എഴുതാനോ അന്തിച്ചർച്ച നടത്താനോ അന്നേ വരെ തയ്യാറായില്ല. അതിനുശേഷം എന്തുകൊണ്ടാണ് പുനരധിവാസം വൈകുന്നത്, കേന്ദ്ര സർക്കാർ നയാ പൈസ തന്നിട്ടില്ല എന്ന വാർത്ത കൂടി പുറത്തു വന്നപ്പോൾ മാത്രമാണ്, എന്ന വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ്. അത് മാധ്യമങ്ങൾ നൽകിയതല്ല, സംസ്ഥാനത്തെ മന്ത്രിമാർ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞതാണ്, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞതാണ്. അപ്പോഴാണ് കേരളത്തെ മാധ്യമങ്ങൾ അത് സംബന്ധിച്ചുള്ള വാർത്തയ്ക്ക് കൂടി പ്രാധാന്യം കൊടുക്കുകയും ഒരു അന്തിച്ചർച്ച നടത്തി എന്ന് വരുത്തുകയും ഒക്കെ ചെയ്തത്. സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റമാണ്, എല്ലാ കുറ്റങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ തലയിലിടുക, അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും ചെയ്തത്. ഈ കത്തിൻ്റെ ചൂട് പിടിച്ചും അതേ നടപടിയാണ് സ്വീകരിച്ചത്. എന്നാൽ എന്താണ് കർണാടക സർക്കാരിൻ്റെ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട വസ്തുത? ആ വസ്തുതയാണ് ഇപ്പോൾ പിണറായി വിജയൻ സിദ്ധരാമയ്യക്ക് ഒരു മറുപടി കത്തയച്ചതിലൂടെ പുറത്തു വന്നത്. ആ കത്ത് മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളിൽ അതിൻ്റെ പകർപ്പുകൾ ഇപ്പോൾ കാണാനും കഴിയും. ആ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദ്യമായി കർണാടക സർക്കാരിൻ്റെ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ലഭിച്ച ഔദ്യോഗിക കത്ത് എന്നത് ഡിസംബർ 6-ാം തീയതിയാണ്. ഡിസംബർ 6-ാം തീയതി എന്ന് പറഞ്ഞാൽ വളരെ മുമ്പല്ല, ഈ മാസം 10 ദിവസം മുമ്പാണ് ഒരു കത്ത് കർണാടക ചീഫ് സെക്രട്ടറിയിൽ നിന്ന് കേരള ചീഫ് സെക്രട്ടറിക്ക് ലഭിക്കുന്നത്. അതിനുശേഷം 9-ാം തീയതി, ഡിസംബർ 9-ാം തീയതി 3 ദിവസത്തിന് ശേഷം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കത്ത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഭിക്കുന്നു 3 ദിവസത്തിന് ശേഷം. അത് എപ്പോഴാണ്? 9-ാം തീയതി. 13-ാം തീയതി ഇത് സംബന്ധിച്ച് ഒരു മറുപടി സംസ്ഥാന മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തു. എപ്പോഴാണ് വാർത്ത വന്നത്? അതാണ് നിർണായകം. വാർത്ത വന്നത് 10-ാം തീയതിയാണ്. 9-ാം തീയതി കർണാടക മുഖ്യമന്ത്രി കത്തയക്കുന്നു കേരള മുഖ്യമന്ത്രിക്ക്. 10-ാം തീയതി ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു, മറുപടി കൊടുത്തില്ല, വാഗ്ദാനം ചെയ്തിട്ടും അത് സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല, സംസ്ഥാന സർക്കാർ പുനരധിവാസത്തിന് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകളും സമരങ്ങളും വാർത്തകളും ചർച്ചകളും ഒക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂർ പോലും ആകാതെ എങ്ങനെയാണ് മറുപടി കൊടുക്കുക എന്ന ചോദ്യമൊന്നും അന്ന് ഉയർന്നിരുന്നില്ല. കാരണം 9-ാം തീയതിയാണ് മുഖ്യമന്ത്രിക്ക് കത്ത് ലഭിക്കുന്നത്, 10-ാം തീയതിയാണ് വാർത്ത വരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യം 13-ാം തീയതി സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക മറുപടി സിദ്ധരാമയ്യക്ക് നൽകുന്നു. അത് പറയുമ്പോഴാണ് നേരത്തെ തന്നെ ഈ വാഗ്ദാനം ഉണ്ടായിരുന്നല്ലോ എന്ന ചോദ്യം ചോദിക്കാം UDF നേതാക്കൾക്ക്, BJP നേതാക്കൾക്ക്, മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നു. ദുരന്തം നടന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ കർണാടക മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കിയിരുന്നു, 100 വീടുകൾ നൽകും എന്ന്. 100 വീടുകൾ നൽകുമെന്ന് കർണാടക മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കിയിരുന്നു. അതിനു മുമ്പ് KPCC അത്തരമൊരു പ്രസ്താവന നടത്തിയിരുന്നു. പിന്നീട് KPCC ആ തീരുമാനത്തിൽ നിന്ന്, കോൺഗ്രസ് കമ്മിറ്റി ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയി. അതെല്ലാം കൂടി ഈ കർണാടക സർക്കാരിൻ്റെ സംഭാവനയിൽ പെടുത്തിയോ എന്നുകൂടി വിശദീകരിക്കണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ആ ചോദ്യമൊന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കില്ല. അവർക്ക് സംസ്ഥാന സർക്കാരിനെതിരെ കിട്ടുന്നത് എന്തായാലും ഉപയോഗിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതും ഉപയോഗപ്പെടുത്തിയത്. അന്ന് സിദ്ധരാമയ്യ ഇറക്കിയ പ്രസ്താവന, ആ പ്രസ്താവനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, വാഗ്ദാനം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്വീറ്റ് ചെയ്യുകയും ആ ട്വീറ്റ് കർണാടക മുഖ്യമന്ത്രിക്ക് ടാഗ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് അതിനൊരു ഔദ്യോഗിക സ്വഭാവം കൈവന്നിരുന്നില്ല. ഔദ്യോഗിക സ്വഭാവം കൈവരിക എപ്പോഴാണ്? ഔദ്യോഗിക സ്വഭാവം കൈവരിക അതൊരു ഔദ്യോഗിക ലെറ്റർ ആകുമ്പോഴാണ്.
ആ ലെറ്ററാണ് ഇപ്പോൾ ഈ മാസം ഡിസംബർ 9-ാം തീയതി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. അതിനു മുമ്പ് 3 ദിവസം മുമ്പ് 6-ാം തീയതി ഡിസംബർ 6-ാം തീയതി ചീഫ് സെക്രട്ടറിക്കും ലഭിച്ചത്. എന്ന് വെച്ചാൽ കളി നോക്കണം. ആരാണ് കളിക്കുന്നത്? എന്തിനാണ് ദുരന്തത്തിനിരയായവരെ മുന്നിൽ നിർത്തി ഇത്ര വൃത്തികെട്ട രാഷ്ട്രീയ കളി കളിക്കുന്നത്? അതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ മാധ്യമങ്ങൾ കേരളത്തോട് മാപ്പ് പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ കത്ത് ഉപയോഗപ്പെടുത്തി കേരളത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നൽകി അതുപോലെ ചർച്ചയാക്കി മാറ്റാൻ മുൻകൈ എടുത്തത് ആരാണ്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കേണ്ട ചോദ്യമാണത്. ആ കത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ നടത്തിയ സമരങ്ങൾ, കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വയനാട്ടിൽ പോയി സമരം ഉദ്ഘാടനം ചെയ്തത്. ആ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയുണ്ട്, പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിലും ഈ കത്ത് പരാമർശിക്കുന്നുണ്ട്. കർണാടക സർക്കാർ നൽകാമെന്നേറ്റ പണം സ്വീകരിക്കാൻ പോലും, വീടുകൾ സ്വീകരിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല, പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്നായിരുന്നു വി ഡി സതീശൻ്റെ പ്രസംഗം. എന്നാൽ ഔദ്യോഗികമായി ഇത്തരമൊരു അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത് വെറും 3 ദിവസം മുമ്പാണ്. എന്ന് വെച്ചാൽ ഡിസംബർ മാസം 9-ാം തീയതിയാണ് 2024 ഡിസംബർ മാസം 9-ാം തീയതി. എന്നിട്ടാണ് ഇവിടെ ബഹളമൊക്കെ ഉണ്ടാകുന്നത്. കത്ത് നേരത്തെ ലഭിച്ചിരുന്നു, അതനുസരിച്ച് തീരുമാനമെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ നാടകങ്ങളൊക്കെ ഇവിടെ കളിച്ചത്. ആ നാടകങ്ങളാണ്, ആ രാഷ്ട്രീയ കളിയാണ് പിണറായി വിജയൻ ഒറ്റ കത്തിൽ പൊളിച്ചടുക്കി കൊടുത്തിരിക്കുന്നത്. ഈ കളികളൊന്നുമായി ഇങ്ങോട്ട് വരേണ്ട, അതിനേക്കാളും വലിയ കളികൾ പഠിച്ചവർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പ്രതിപക്ഷത്തെ, കോൺഗ്രസിനെ, കേരളത്തിലെ മാധ്യമങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പിണറായി വിജയൻ സിദ്ധാരാമയ്ക്കയച്ച ഈ കത്തിലൂടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.